ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി ഇറാൻ വീണ്ടും ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. ആ സമ്മേളനം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത്. രണ്ട് വിഷയങ്ങളിൽ ഇറാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഈ രാജ്യങ്ങളെ മുന്നോട്ട് വിളിക്കുകയാണ്. അതായത് ഫലസ്തീൻ്റെ മോചനം UN യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയിടാൻ ശ്രമിക്കുന്നു. ഫലസ്തീനിലേക്ക് വീണ്ടും യുദ്ധം അഴിച്ചുവിടുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഇസ്രായേലിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. UN-ലും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. നെതന്യാഹുവിൻ്റെ വാക്ക് ഒരു ലോക നേതാവും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും കൃത്യമായി ഒറ്റപ്പെടുത്താൻ തന്നെയാണ് ഫ്രാൻസും UK-യും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെയും ജൂതരാജ്യത്തിൻ്റെയും അവസ്ഥ കൂടുതൽ പരിതാപകരമാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ മാത്രം സഹായത്തോടെ പിന്തുണയോടെ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഏതാനും ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ചും വീറ്റോ പവറൊന്നുമില്ലാത്ത താരതമ്യേന ശക്തി കുറഞ്ഞ അർജന്റീനയും ഹംഗറിയും ഒക്കെ ഈ പറയുന്ന ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തു. പക്ഷേ അതൊന്നും ഒരു രീതിയിലും ഇസ്രായേലിന് ഗുണകരമാകാൻ പോകുന്നില്ല. കാരണം ഇസ്രായേൽ US-ൻ്റെ ഒരു പിറ്റ്ബുള്ളായി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക്, ഒരു കാവൽ നായെ പോലെ നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിന് സ്വന്തമായി വ്യക്തിത്വമില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ആ രാജ്യം അടിച്ചമർത്തപ്പെടും. 85 മുതൽ 90 ലക്ഷം വരെയുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന അവസ്ഥ വളരെ വൈകാതെ നമ്മൾ കാണും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനോട് കളിച്ചതിന് കൊണ്ട് മാത്രമല്ല, ഇസ്രായേലിലെ മൊസാദ് പൊളിഞ്ഞടുങ്ങുകയാണ്. മൊസാദ് കൃത്യമായി ഇപ്പോൾ നെതന്യാഹുവുമായി ഉടക്കിൻ്റെ ഭാഷയിലേക്കാണ്. ഇസ്രായേലിൻ്റെ ചാര ഏജൻസി അത് വലിയ തോതിൽ സർവനാശത്തിലേക്ക് പോകും എന്ന കണക്കൂട്ടലിലേക്കാണ് മറ്റ് രാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. മൊസാദിൻ്റെ ഇൻ്റലിജൻസ് വിങ് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്ക പറയുന്ന നയങ്ങളാണ് അനുസരിക്കാൻ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ലക്ഷ്യമാണ് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലേക്കും അമേരിക്ക നടത്തുന്ന കുടില ബുദ്ധി. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന വിചാരമാണ്. ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്ക അപലപിക്കുമ്പോഴും യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് മറ്റു രാജ്യങ്ങൾ തേടുകയാണ്. ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞു, അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഇതെല്ലാം ഒത്തുകളിയാണ്. അതായത് US ഇതിനൊന്നും അനുകൂലമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള വെറും ഒത്തുകളി, മെലോ ഡ്രാമ മാത്രമാണ് എന്നുള്ളത് ഖമനേയി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെയും കള്ളത്തരങ്ങൾ പൊളിഞ്ഞടുങ്ങുകയാണ്.